അറബിക്കടലിന്റെ തിരമാലകൾ നിരന്തരം തഴുകിക്കൊണ്ടിരിക്കുന്ന വടക്കൻ തീരദേശത്തെ ഒരു പ്രധാന പട്ടണം. ചീനക്കാരുടെയും അറബികളുടെയും ജൂതന്മാരുടെയും ഗണ്യമായ സ്വാധീനമുണ്ടായിരുന്ന ഒരു കച്ചവട കേന്ദ്രം. ഇവർക്കും മുമ്പ് ഗ്രീക്കുകാരും റോമാക്കാരും വ്യാപാരത്തിൽ ഏർപ്പെട്ടിരുന്ന ഒരു ഇടം, തലശ്ശേരി. മലബാറിൻ്റെ സംസ്കാരവും പാരമ്പര്യവും കേരളത്തിലെ മറ്റു ഭാഗങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ്. ഇവിടുത്തെ ഓരോ ഗ്രാമത്തിനും അതിൻ്റേതായ കഥ പറയാനുണ്ട്. തലശ്ശേരി അത്തരമൊരു സ്ഥലമാണ്. ഈ കാണുന്ന താഴെയങ്ങാടി പൈതൃക തെരുവിന് കൊളോണിയൽ കാലഘട്ടത്തിൻ്റെയും കടൽമാർഗമുള്ള വ്യാപാരത്തിൻ്റെയും ഏറെ ചരിത്രങ്ങളുണ്ട്. ചരിത്രപരമായ ചാരുത, പാചക രീതികൾ, സാംസ്കാരിക വൈവിധ്യം എന്നീ സമന്വയം പ്രദാനം ചെയ്യുന്ന പട്ടണം. ഈ പട്ടണം പര്യവേക്ഷണം ചെയ്യുമ്പോൾ ഇവിടുത്തെ ജനങ്ങളുടെ ആതിഥ്യമര്യാദയും ഈ നാടിൻ്റെ പൈതൃക സമ്പന്നമായ അലങ്കാരവും നമ്മൾക്ക് കാണാനാവും. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് തലശ്ശേരി പട്ടണത്തിൻ്റെ കാഴ്ചകളാണ്. ഈ കാണുന്നതാണ് തലശ്ശേരി പിയർ റോഡ്. ടോവിനോ തോമസിൻ്റെ തല്ലുമാല എന്ന ചിത്രത്തിൻ്റെ ഗാനചിത്രീകരണത്തിന് വേണ്ടിയാണ് ഈ തെരുവ് ചുവർച്ചിത്രങ്ങൾ വരച്ച് മൂടി കൂട്ടിയത്. ഈ ഒരു തെരുവിനെക്കുറിച്ച് പറയുമ്പോൾ കുറച്ചു കൊല്ലങ്ങൾ മുമ്പ് വരെ ഇത് വളരെ മോശം അവസ്ഥയിൽ കിടന്നിരുന്ന ഒരു സ്ഥലമാണ്. മീൻചന്ത മാത്രമാണ് ഇവിടെ പ്രവർത്തിച്ചിരുന്നത്. ആരാരും തിരിഞ്ഞു നോക്കപ്പെടാതെ കിടന്ന ഈ തെരുവ് നവീകരിച്ചതിന് ശേഷം ഇവിടെ ജനത്തിരക്ക് വർദ്ധിച്ചു. കടകൾ കൂടി. സായാഹ്നവേളകൾ ചിലവഴിക്കാൻ ആളുകൾ എത്തി തുടങ്ങി. ഫോട്ടോഷൂട്ടുകൾക്ക് വേണ്ടി ആളുകൾ ഓരോ ഭിത്തിയുടെ ചുവട്ടിലും തിക്കും തിരക്കും കൂട്ടി. അങ്ങനെ ബ്രിട്ടീഷ് മലബാറിൻ്റെ വാണിജ്യ കേന്ദ്രമായിരുന്ന ഈ തെരുവ് നഷ്ടപ്പെട്ടു പോയ തൻ്റെ പ്രൗഢി ഇപ്പോൾ തിരിച്ചു പിടിച്ചിരിക്കുകയാണ്. മൂന്ന് സീകളിൽ പ്രശസ്തമാണ് തലശ്ശേരി: ക്രിക്കറ്റ്, കേക്ക് ആൻഡ് സർക്കസ്. തലശ്ശേരിയിൽ ആദ്യമായി ക്രിക്കറ്റ് കളിച്ചു തുടങ്ങിയത് 1800കളുടെ ആദ്യത്തിലാണ്. കേണൽ ആർതർ വെല്ലസ്ലിയാണ് ഇവിടെ ക്രിക്കറ്റ് കൊണ്ടുവന്നത്. കേരളത്തിൻ്റെ ആദ്യത്തെ ബേക്കറിയായ മാമ്പള്ളി ബേക്കറി, മാമ്പള്ളി റോയൽ ബിസ്ക്കറ്റ് ഫാക്ടറി എന്ന പേരിൽ 1800-ൽ തലശ്ശേരിയിൽ സ്ഥാപിക്കപ്പെട്ടു. കേരളത്തിലെ ആദ്യമായി ക്രിസ്മസ് കേക്ക് ഉണ്ടാക്കിയതും ഇവിടെയാണ്. ഇന്ത്യൻ സർക്കസിൻ്റെ ജന്മദേശമായാണ് തലശ്ശേരി അറിയപ്പെടുന്നത്. തലശ്ശേരി BEMP സ്കൂളിൽ കായിക അധ്യാപകനായിരുന്ന കീലേരി കുഞ്ഞിക്കണ്ണൻ ഗുരുക്കൾ തലശ്ശേരിയിലുള്ള യുവാക്കൾക്ക് കായികപരമായ അഭ്യാസമുറകളും മെയ്വഴക്കങ്ങളും പരിശീലിപ്പിച്ചതിനെ വികസിപ്പിച്ചെടുത്ത രൂപമാണ് തലശ്ശേരിയുടെ പേരിൽ അറിയപ്പെടുന്ന സർക്കസ്. യൂറോപ്യൻ വാസ്തുവിദ്യയിൽ മനോഹരമായി പണിതീർത്ത കൊളോണിയൽ കെട്ടിടങ്ങൾ പഴമയുടെയും പ്രൗഢിയുടെയും പ്രതീകമായി ഇവിടെ നിലകൊള്ളുന്നു. ഈ കാണുന്നതാണ് തലശ്ശേരി പിയർ അല്ലെങ്കിൽ കടൽപ്പാലം. ചരിത്രമുറങ്ങുന്ന തലശ്ശേരിയുടെ മണ്ണിൽ ഒരു ചരിത്ര സാക്ഷിയായി നിൽക്കുകയാണ് ഈ കടൽപ്പാലം. ഒരു കാലത്ത് യൂറോപ്പിനെ കേരളക്കരയിലേക്ക് വലിച്ചടുപ്പിച്ച പാലം. വാണിജ്യ ആവശ്യത്തിനു വേണ്ടി ചരക്കുകൾ കപ്പലിലേക്ക് കയറ്റാനും ഇറക്കാനും വേണ്ടിയാണ് ഈ പാലം നിർമ്മിച്ചത്. പാലത്തിൻ്റെ അങ്ങേയറ്റത്ത് കടലിൽ അവസാനിക്കുന്ന ഭാഗത്ത് ഏകദേശം 40 അടി വീതിയിലാണ് പാലം പണികഴിപ്പിച്ചത്. ഈ പാലത്തിൽ വെച്ചാണ് തട്ടത്തിൻ മറയത്ത് എന്ന സിനിമയിൽ ക്ലൈമാക്സ് സീനിൽ വിനോദ് ആയിഷയെ സ്വന്തമാക്കിയത്. പോർച്ചുഗീസുകാരും ഡച്ചുകാരും ഇംഗ്ലീഷുകാരുമൊക്കെ ഒരു കാലത്ത് അടക്കി വാണിരുന്ന ഈ നാട്ടിൽ വിവിധ സംസ്കാരങ്ങളുടെ സമന്വയം കാണാൻ സാധിക്കും. ചരിത്രപരമായും സാംസ്കാരികപരമായും ഒക്കെ അതിപ്രാധാന്യമുള്ള ഒരു നാടാണിത്. തലശ്ശേരി കോട്ടയും കടൽപ്പാലവും ഹെറിറ്റേജ് സ്ട്രീറ്റുമൊക്കെ തലശ്ശേരി പട്ടണത്തിൻ്റെ വളർച്ചയ്ക്ക് മുഖ്യ പങ്ക് വഹിച്ചവയാണ്. വൈവിധ്യമാർന്ന ജനസമൂഹങ്ങളാൽ സമ്പന്നമായ ഈ നാട് ഭക്ഷണ സംസ്കാരത്തിൽ വ്യത്യസ്തമായ രുചിക്കൂട്ടുകൾ ചേർത്തു. തലശ്ശേരി ബിരിയാണിയും മറ്റു പലഹാരങ്ങളുമൊക്കെ ഏറെ ശ്രദ്ധിക്കപ്പെട്ടവയാണ്.
അറബിക്കടലിൻ്റെ തീരം പറ്റിക്കിടക്കുന്ന മലബാറിലെ ഒരു പരമ്പരാഗത വാണിജ്യ നഗരമായ തലശ്ശേരി കുരുമുളക് വ്യവസായത്തിൽ ലോക പ്രസിദ്ധി ആർജിച്ച ഒരു പട്ടണമാണ്. തലശ്ശേരിയുടെ പേരിൽ ലോക വിപണിയിൽ ഇന്നും അറിയപ്പെടുന്ന ഒരു ബ്രാൻഡുണ്ട്, തെളിച്ചേരി പെപ്പർ. തലശ്ശേരിയിൽ തരംതിരിച്ച് മാറ്റിയ ഏറ്റവും മുന്തിയതും വിലപിടിപ്പുമുള്ള കുരുമുളക് തെളിച്ചേരി ഗാർബിൾ സ്പെഷ്യൽ എക്സ്ട്രാ ബോൾഡ് പെപ്പർ എന്നറിയപ്പെട്ടു. തലശ്ശേരി എന്ന് ഉച്ചരിക്കാൻ ബുദ്ധിമുട്ടിയ ബ്രിട്ടീഷുകാർ തലശ്ശേരിയെ തെളിച്ചേരി എന്ന് വിളിച്ചു. ക്രമേണ തലശ്ശേരിയുടെ ആംഗലേയ നാമമായി തെളിച്ചേരി മാറി. ആയിരത്തി 1866 എഡ്വിൻ ബ്രണൻ സ്ഥാപിച്ച പ്രശസ്തമായ ബ്രണൻ കോളേജ് സ്വാതന്ത്ര്യ സമര സേനാനികളെയും കലാകാരന്മാരെയും സാഹിത്യകാരന്മാരെയും രാഷ്ട്രീയ നേതാക്കളെയും ഈ കലാലയം നാടിന് സമ്മാനിച്ചു. അങ്ങനെ ഒരുപാട് ചരിത്രമുണ്ട് തലശ്ശേരിക്ക് പറയാൻ. ഇനി നമ്മൾ നേരെ പോകുന്നത് ഓവർബറീസ് ഫോളി കാണാനാണ്. 1870-കളിൽ തലശ്ശേരി സേവനമനുഷ്ഠിച്ച ബ്രിട്ടീഷ് ന്യായാധിപനായിരുന്നു ഇ.എൻ. ഓവർബറി. അദ്ദേഹം ഇവിടെ ഒരു വിനോദസഞ്ചാര കേന്ദ്രം സ്ഥാപിക്കുവാൻ ആഗ്രഹിക്കുകയും നിർഭാഗ്യവശാൽ അത് പൂർത്തീകരിക്കാൻ സാധിക്കാതെയും പോയി. അപൂർണമായ ആ നിർമ്മിതി ഓവർബറീസ് ഫോളി എന്നറിയപ്പെട്ടു. അതിൻ്റെ നൂതന ആവിഷ്കാരമാണ് ഈ കാണുന്ന ഓവർബറീസ് ഫോളി പദ്ധതി. തലശ്ശേരി മുനിസിപ്പൽ സ്റ്റേഡിയത്തിന് തൊട്ടടുത്താണ് ഓവർബറീസ് ഫോളി സ്ഥിതി ചെയ്യുന്നത്. രാവിലെ 8 മണി മുതൽ രാത്രി 8 മണി വരെയാണ് പ്രവർത്തന സമയം. ഫോളി എന്ന വാക്കിന് അർത്ഥം മണ്ടത്തരം, വിഡ്ഢിത്തം എന്നൊക്കെയാണ്. വ്യക്തമായ പദ്ധതികളില്ലാതെ തുടങ്ങിയ നിർമ്മാണം പാതി വഴിയിൽ ഉപേക്ഷിക്കേണ്ടി വന്നതിനാലാകാം ഈ പദ്ധതിക്ക് ഓവർബറിയുടെ വിഡ്ഢിത്തം അല്ലെങ്കിൽ ഓവർബറീസ് ഫോളി എന്ന തലക്കെട്ട് നൽകിയിരിക്കുന്നത്. എന്തായാലും അങ്ങനെ ഒരു വിശേഷണം വേണ്ടിവരുന്നില്ല എന്ന അഭിപ്രായമാണ് എനിക്കുള്ളത്. ഫാമിലിയുമായി ഒക്കെ സായാഹ്നം ചെലവഴിക്കാൻ പറ്റിയൊരിടമാണ് ഇവിടെ. കുട്ടികൾക്ക് വേണ്ടി കളിക്കുവാനുള്ള റൈഡുകളും കാര്യങ്ങളുമൊക്കെ ഇവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട്. ചെടികളും മരങ്ങളും ഒക്കെ നല്ല തണലൊരുക്കുന്നു. കടലിൻ്റെ മനോഹാരിത ആസ്വദിച്ച് വൈകുന്നേരങ്ങളിൽ അസ്തമയ സൂര്യനെ നോക്കി ഇവിടെ ഇങ്ങനെ ഇരുന്നാലുണ്ടല്ലോ, അതൊരു പ്രത്യേക സുഖമാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ തലശ്ശേരി പട്ടണത്തിൻ്റെ കാഴ്ചകൾ. പുതിയ കാഴ്ചകളുമായി പുതിയൊരു വീഡിയോയുമായി ഞാൻ ഉടനെ വരും. അപ്പോൾ അതുവരേക്കും ബൈ.